ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് നമ്മുടെ ന്യൂയോർക്ക് ട്രാവലിൽ 3-ാം ദിവസമാണ്. ഇന്നലെ രാത്രി നയാഗ്രയിലിരുന്ന് വന്ന് ഞങ്ങൾ ന്യൂജേഴ്സിയിലാണ് ഒരു എയർബിഎൻ ഹൗസിൽ താമസിക്കുന്നത്. ഇത് ഞങ്ങൾ 3 ദിവസത്തേക്ക് എയർബിഎൻ ഹൗസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് ന്യൂയോർക്ക് വെറും ഹാഫ് ആൻ അവറേ ഉള്ളൂ. ഇത് 6 ബെഡ്റൂമുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എയർബിഎൻ ഹൗസാണ്. നല്ല കിച്ചണും എല്ലാം ഉള്ളതാണ്. ഇതിൻ്റെ ഹോം ടൂർ ഇട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമുക്ക് യാത്രയിലേക്ക് തുടരാം. ഇത് രാവിലെ 8 മണിയാണ്. എല്ലാവരും തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ന്യൂയോർക്കിലേക്കാണ്. യാത്ര തുടങ്ങി ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ദൂരത്ത് ന്യൂയോർക്കിൻ്റെ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റി. കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പം നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ ഹഡ്സൺ റിവറിൻ്റെ ഹോളണ്ട് ടണലിൽ എത്തി. ഈ ഹഡ്സൺ റിവർ മുകളിലും ഹോളണ്ട് ടണൽ അടിയിലുമാണ് നമുക്ക് റോഡ് വേസ് ഉള്ളത്. ഇത് ഒരുപാട് പ്രസിദ്ധി പറ്റ വേൾഡിൽ ഫസ്റ്റ് ടണൽ, മുകളിൽ വാട്ടറും അടിയിൽ ടണലുമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ന്യൂ ജെർസിയിൽ തുടങ്ങി ചെന്ന് അവസാനിക്കുന്നത് 1.6 മൈൽസാണ് ചെന്ന് അവസാനിക്കുന്നത് ന്യൂയോർക്കിലുള്ള മാൻഹാട്ടൻ സിറ്റിയിലാണ്. സിറ്റിയിൽ എൻ്ററായ ഉടൻ തന്നെ നല്ല ബ്ലോക്ക് കിട്ടി, നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ബാറ്ററി പാർക്ക് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ബസ്സിൽ വേണം ഞങ്ങൾക്ക് ഫെറിക്കുള്ള യാത്ര. അതിനായിട്ട് ഒരുപാട് ബോട്ടിൻ്റെ ഏജൻസീസുണ്ട്. ആ ഫെറി ഏജൻസീസൊക്കെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. ഞങ്ങളും നേരത്തെ റിസർവ് ചെയ്യുന്നതുകൊണ്ട്
നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കുമ്പം അവരുടെ ബസ്സിൽ കയറ്റി നമ്മളെ സിറ്റി കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഫെറിയിൽ കയറ്റും. എല്ലാവരെയും ബസ്സിൽ കയറ്റിയിരുത്തിയിട്ട് അവർ ഈ ടൂറിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഗൈഡ് പോലെ പറയുന്നതാണ്. അവിടെ എത്രത്തോളം അവർ ബിൽഡിംഗ് ഉണ്ടോ അത്രത്തോളം മരങ്ങൾക്കും ചെടികൾക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മരങ്ങൾ റോഡ് സൈഡിലും ഈ നടുക്കും ആയിട്ട് ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റി. അത് കാണാൻ തന്നെ നല്ലൊരു ഗ്രീനറി ആയിരുന്നു. അവിടെ ഓരോ സ്റ്റോപ്പിനും അവർ പിയർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ, അതായത് പിയർ 25, പിയർ 26 അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് പിയർ 78 ആണ്. അപ്പോൾ ഓരോ സ്റ്റോപ്പിലും നിന്ന് നോക്കി ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റി കംപ്ലീറ്റ് കണ്ടാണ് ഈ യാത്രയിൽ പോയത്. അവിടെ എപ്പോഴും ഹെലികോപ്റ്റേഴ്സ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വലിയ വലിയ ഓഫീസൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള വലിയ വലിയ ഓഫീസർമാർ അവർ റോഡ് വേസിൽ ട്രാവൽ ചെയ്യാറില്ല, അവരുടെ സമയം പോകും. ഇവിടുത്തെ ട്രാഫിക് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അവർ ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഹെലികോപ്റ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന്. എല്ലാ ഓഫീസിലും മുകളിൽ ഹെലിപാഡൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഫെറിയും ഹഡ്സൺ റിവറിൽ നീങ്ങി തുടങ്ങി. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അവർ മൈക്കിൽ ഓരോ ബിൽഡിങ്ങിനെ കുറിച്ചും അത് എന്ത് ബിൽഡിങ്ങാണ്, എപ്പോഴാണ് അത് ബിൽഡ് ചെയ്തത്, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഫുൾ ഹിസ്റ്ററിയും ഓരോരോ ബിൽഡിങ് അടുക്കുമ്പോഴും അവരിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ യാത്രയിൽ സ്പെസിഫിക്കായിട്ട് അവർ പറയുന്നത് മാൻഹാട്ടൻ സ്കൈലൈൻ, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതായിട്ട് അവർ പറയുന്നത്. ഈ കാണുന്നതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. We're going to respect everyone's differences because it's the differences making everyone special. I'm your host,
big city Cavo. And I'll be back, like my height, shortly. All right, guys, make sure you take അങ്ങനെ ചുറ്റി ചുറ്റി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്ത് എത്തി. ഇത് ഒരുപാട് കാലമായിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്റ്റാച്യു ആണ്. ഞങ്ങൾ പക്ഷേ ബാഡ് ലക്ക് അവിടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഐലൻഡിൽ ഇറങ്ങാൻ പറ്റിയില്ല. അത് ഞങ്ങളിവിടെ വന്ന ശേഷമാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഈ ഫെറിയിൽ തന്നെ പോയി ആ ഐലൻഡിൽ ഇറങ്ങി നമുക്ക് മുകളിൽ കയറാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ആരെയും കയറ്റുന്നില്ല, അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആക്ച്വലി ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കംപ്ലീറ്റ് കോപ്പർ കൊണ്ട് ചെയ്തതാണ്. അത് കാലപ്പോക്കിലാണ് ഇതിങ്ങനെ പച്ച കളറിൽ ആയത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇങ്ങനെ ചൊമ്പിലൊക്കെ പച്ച ക്ലാവ് അടിക്കൂലേ, അതുപോലത്തെ ഒരു കളറാണ് അത് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്ത് എത്തുമ്പം ഫെറി കുറച്ച് സമയത്തേക്ക് അവിടെ അങ്ങനെ അവർ നിർത്തി വയ്ക്കുന്നുണ്ട്. ഫോട്ടോ ഷൂട്ടിനായിട്ടും എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം അവിടെ നിർത്തി വച്ചിട്ടാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഹൈറ്റായിട്ട് കാണുന്നതാണ് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ. ബ്ലാസ്റ്റ് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ, ട്വിൻ ടവറിൻ്റെ. അതിന് പകരമായിട്ട് വന്നതാണ് ഈ ഹൈറ്റായിട്ടുള്ള ബിൽഡിംഗ്. ഇത് നമുക്ക് നമ്മൾ അടുത്ത് പോയും കാണുന്നുണ്ട്. അതിൻ്റെ വ്യൂസ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇടാം. ഈ ഫെറി യാത്ര ഒരു 45 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട്, നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണാം. ഞങ്ങൾ വണ്ടി വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അവിടെ ഇങ്ങനെ സിറ്റിയിൽ കൊണ്ടുവന്നാൽ പാർക്കിംഗ് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ബസ്സിലും ക്യാബിലുമായിട്ടാണ് യാത്ര ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.